ഒരു യുദ്ധത്തടവുകാരനെ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. യുദ്ധത്തടവുകാരനെ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല. ഇത്രയും ചെയ്യുകയാണെങ്കിൽ ഈ 130 കുട്ടികൾ ഇനി അവിടെ പഠിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ആ കോളേജ് തന്നെ ഇനി തുറന്ന് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. ഒരു കുട്ടികൾ മാത്രമല്ലല്ലോ അത് ചെയ്തിരിക്കുന്നത് കുറ്റക്കാർ. മുതിർന്ന അധ്യാപകരുണ്ട്, മുതിർന്ന എല്ലാ അധ്യാപകരുള്ള ആൾക്കാരും ഉണ്ട്, എല്ലാ സംഘടന ആയിരിക്കാം. എന്നായിരുന്നാലും അവിടെ ഒരു ഇൻ്റർവ്യൂ നടത്തിയവർ എൻ്റെ മകൻ്റെ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ അധ്യാപകർക്കുള്ള അപ്ഗ്രേഡ് ഇൻ്റർവ്യൂ നടത്തിക്കൊണ്ടിരിക്കുക ഡീനിൻ്റെ ഉയർന്ന ഉദ്യോഗസ്ഥർ. അത് നമുക്ക് ന്യായീകരിക്കാൻ പറ്റും? ആർക്ക് ന്യായീകരിക്കാൻ പറ്റും? ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും പറയും ഇത് ന്യായീകരിക്കാൻ പറ്റുന്നതാണ് അത്? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ അവർ നിസ്സാരവൽക്കരിച്ച് കൊണ്ടുപോകുന്നു. എൻ്റെ മകൻ ജീവന് വേണ്ടി അവിടെ പിടയുന്നു. അവർക്കൊന്നും ഒരു ആവശ്യമില്ല. അവർക്കൊക്കെ അവരവരുടെ ആവശ്യം. അപ്പോൾ കണ്ട് രസിക്കുന്നു, പലരും കണ്ട് രസിക്കുന്നു. അതുകൊണ്ട് ആ കോളേജ് തന്നെ ഇനി പ്രവർത്തിക്കേണ്ട. മാത്രമല്ല ഇനി ഈ ഡീനും അവരെല്ലാവരും കൊലക്കുറ്റത്തിന് തന്നെ അവർക്ക് വിചാരണ നേരിടണം. ഇതിന് തൂക്കുകയറ് തന്നെ വേണം. ഈ പറയുന്ന പോലെ ഈ അപൂർവങ്ങളിൽ അത്യപൂർവം എന്നാണല്ലോ നമ്മൾ തൂക്കുകയറ് കൊടുക്കുന്നത്. ഇതിനപ്പുറം അത്യപൂർവമായിട്ട് എന്താണ് വേണ്ടത് ഞാൻ ചോദിക്കുന്നത്? ഇതിനപ്പുറം അത്യപൂർവമായിട്ട് എന്താ വേണ്ടത്? ഇന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ ആ റിപ്പോർട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ. ഞാൻ വായിച്ചു. അങ്ങയോടത് ഒരു അച്ഛനോട്, തീർച്ചയായും അങ്ങയോട്, അതായത് ഒരു മകന്റെ അച്ഛനോട് മകനെ എങ്ങനെയൊക്കെയാണ് ഈ ഒരു കൊലയാളി സംഘത്തെ പോലെ പെരുമാറിയ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ അവരുടെ സഹപാഠിയോട് അല്ലെങ്കിൽ തൊട്ട് താഴെയുള്ള ബാച്ചിലെ ഒരു വിദ്യാർത്ഥിയോട് എങ്ങനെയൊക്കെയാണ് പെരുമാറിയതെന്ന് അതിൽ അക്കമിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതായത് കൊടിയ മർദ്ദന മുറകൾ അവർ പ്രയോഗിക്കുകയാണ് സിദ്ധാർത്ഥന്റെ ശരീരത്തിൽ. പിന്നീട് കൃഷ്ണലാലിന്റെ മുറിയിലേക്ക് പോകുന്ന 17-ാം തീയതി വരെയുള്ള ആ മണിക്കൂറുകൾ സിദ്ധാർത്ഥൻ എന്തൊക്കെ ഏറ്റുവാങ്ങി. ഭക്ഷണം തൊണ്ട പൊട്ടി ചോര വന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരു മകനെ കുറിച്ച് അങ്ങയോട് വിവരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ അദ്ദേഹത്തോട് ആ കാര്യങ്ങൾ എടുത്തു പറയാത്തത്. അതിനെനിക്കും മാനസിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ സിദ്ധാർത്ഥന് നീതി കിട്ടുന്നതുവരെ ഈ പോരാട്ടം തുടർന്നേ പറ്റൂ. CBI അന്വേഷണം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. പക്ഷേ മറുഭാഗത്തുള്ളവർ ശക്തരാണ്. അവർക്ക് ലഭിക്കുന്ന പിൻബലം ഈ ദിവസങ്ങളിലൊക്കെ അങ്ങും കണ്ടതല്ലേ? ഉറപ്പായിട്ടും ഞാനത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞാനത് പോകുന്നത്. അവർക്ക് നല്ല പിൻബലമുണ്ട്. നല്ല പിൻബലമില്ലെങ്കിൽ അവർ ഇതുവരെയും സേഫായി പോവില്ല. പ്രത്യേകിച്ച് ഡീനും അവിടുത്തെ ഈ പ്രതികളായി ചേർത്തിട്ടുള്ള എല്ലാവർക്കും നല്ല പിൻബലമുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ടിൽ ജീവിക്കുന്നവരാണ് അവർ. സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിൽ അവർക്കുള്ള രാഷ്ട്രീയ പിന്തുണയാണെങ്കിലും നല്ല രീതിയിൽ തന്നെയാണ് ഇത്രയും നാൾ അറിഞ്ഞതിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അതിലൊന്നും എനിക്ക് യാതൊരു വിഷയവുമില്ല. ഞാൻ ശരിക്കും പറഞ്ഞാൽ എന്താണ് ഇതിൽ വിശ്വസിക്കുന്നു. ജനാധിപത്യമാണെങ്കിലും അതല്ലേ ഭരണപക്ഷമാണെങ്കിലും ഇപ്പോൾ ഭരണത്തിലാണെങ്കിലും നമ്മൾ അന്വേഷണം ഇപ്പോൾ CBI അന്വേഷണത്തിൽ ഇതുവരെയ്ക്കും ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇതിൽ പോരാടുക തന്നെ ചെയ്യുക. അല്ല CBI അന്വേഷണം വന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതോടുകൂടി മതിയാക്കുന്നില്ല. അന്വേഷണം വന്നു, ശരി അന്വേഷിക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ അത് മതിയാക്കുന്നില്ല.